ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നും നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വാക്കുകൾ ഇവിടെ നാം ശ്രവിക്കുന്നു. വരൂ, ദൈവത്തെ കൂടുതലായി അറിയുവാനും അവിടുന്നുമായി ഗാഠമായ ഒരു വ്യക്തിബന്ധത്തിലേക്ക് പ്രവേശിക്കുവാനും ഇതാ നിങ്ങളെ ക്ഷണിക്കുന്നു. എപ്പിസോഡ് 38. 11/6/1987. സ്ഥലം മാറ്റമായതിനാൽ വലിയ തിരക്കാണ്. വീട്ടിലുള്ള ഏതാണ്ട് എല്ലാ ഫർണിച്ചറുകളും പാക്ക് ചെയ്തു കൊണ്ടുപോയതിനാൽ ഇരുന്ന് സന്ദേശം എഴുതുന്നതിന് എനിക്കൊരു കസേര അന്വേഷിക്കേണ്ട സാഹചര്യമുണ്ടായി. വീടെല്ലാം ഏതാണ്ട് അലങ്കോലപ്പെട്ട് കിടന്നിരുന്നു. തറയിൽ കടലാസുകളും കുപ്പികളും അതുപോലെയുള്ള മറ്റുള്ളവയെല്ലാം അവിടെവിടെയായി ചിതറിക്കിടന്നിരുന്നു. ഇതിനിടയിൽ 2 യാത്രയയപ്പ് ഡിന്നറുകളും ഉണ്ടായിരുന്നു. ഒരു ഡിന്നറിന് 80 അതിഥികളും രണ്ടാമത്തേതിന് 30 അതിഥികളും ഉണ്ടായിരുന്നു. വളരെ തിരക്കുള്ള സമയമായിരുന്നെങ്കിലും ദിവസേന ഏതാണ്ട് 2-3 മണിക്കൂർ സമയം കർത്താവിന്റെ സന്ദേശം എഴുതിയെടുക്കുന്നതിന് മാറ്റിവെക്കുവാൻ എനിക്ക് സാധിച്ചു. അവിശ്വസനീയമായ വിധത്തിൽ അവിടുന്ന് എനിക്ക് ശക്തി പ്രദാനം ചെയ്തിരുന്നതിനാൽ എനിക്ക് യാതൊരു മടുപ്പും അനുഭവപ്പെട്ടില്ല. എനിക്ക് കർത്താവ് നൽകിയ സമാധാനം എപ്പോഴും ഉണ്ടായിരുന്നു. വസൂല, എന്റെ പ്രിയപ്പെട്ടവളെ, എന്റെ അടുത്തു വന്ന് എന്നെ അഭിമുഖീകരിക്കുക. എന്റെ വിരൽ നിന്റെ ഹൃദയത്തിൽ സ്പർശിക്കട്ടെ. എന്റെ കുഞ്ഞെ, ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ അവസാനം വരെ ഞാൻ നിന്നെ നയിക്കും. എനിക്ക് വേണ്ടി കൂടുതലായി ത്യാഗം ചെയ്യുക. എനിക്ക് വേണ്ടി നീ സഹിക്കുമോ? കർത്താവെ, അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിച്ചാലും അവിടുന്ന് ഇതേ ചോദ്യം നേരത്തെ ചോദിച്ചിരുന്നപ്പോൾ ഞാൻ ഭയപ്പെട്ട് പിന്മാറുകയാണ് ഉണ്ടായത്. വസൂല, ഞാൻ വളരെ സന്തോഷവാനാണ്. ഒരു കുഞ്ഞാടിനെ പോലെ നീ എനിക്ക് വേണ്ടി സ്വയം ബലിയായി തീരുമോ? കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിച്ചാലും യാതൊന്നും വൃഥാവിലാവുകയില്ല. എല്ലാം സമാധാനത്തിനും സ്നേഹത്തിനും വേണ്ടിയുള്ളതായിരിക്കും. വസൂല, എന്റെ ദാഹം അത്യധികമാണ്. ഞാൻ നിന്നെ വരണ്ട ശൂന്യമായ സ്ഥലങ്ങളിലേക്ക് നയിക്കും. നിന്റെ കണ്ണുകൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ നീ അവിടെ കാണും. രക്തം വാർന്നൊലിക്കുന്ന എന്റെ ശരീരത്തിന്റെ സഭയുടെ ആഴങ്ങളിലേക്ക് എന്റെ സ്വർഗീയ ശക്തിയാൽ ഞാൻ നിന്നെ നയിക്കും. എന്റെ ശരീരമാകുന്ന സഭയുടെ മുള്ളുകളാകുന്ന പൗരോഹിത്യ വൃന്ദങ്ങളിലെ പാപികളെ അവിടെ വെച്ച് ഞാൻ എന്റെ വിരൽ കൊണ്ട് നിനക്ക് ചൂണ്ടിക്കാണിച്ചു തരും. ഞാൻ അവരെ ശിക്ഷിക്കാതെ വെറുതെ വിടുകയില്ല. ഞാൻ തകർന്ന് അവശനായിരിക്കുന്നു. എന്റെ മുറിവുകൾ എല്ലാ കാലത്തെയുംകാൾ കൂടുതലായി വലുതായി തുറന്നിരിക്കുന്നു. എന്റെ രക്തം വാർന്നൊഴുകുന്നു. എന്റെ സ്വന്തം പുരോഹിതന്മാരാൽ ഞാൻ വീണ്ടും ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്റെ ദൈവമേ, അങ്ങ് എനിക്ക് വളരെ കൂടുതൽ വേദന തരുന്നു. എന്തുകൊണ്ടാണ് അവർ പുരോഹിതന്മാർ ഇങ്ങനെ അങ്ങയോട് ചെയ്യുന്നത്? എന്തുകൊണ്ട്? വസൂല, അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർ അറിയുന്നില്ല. പ്രിയപ്പെട്ടവളെ, നിന്റെ ദൈവത്തോടൊപ്പം പ്രയത്നിക്കുക. എന്റെ സഹനങ്ങൾ അഭിമുഖീകരിക്കുവാനും എന്നോടൊപ്പം അവ പങ്കുവയ്ക്കുവാനും തയ്യാറാവുക. അങ്ങയെ ആശ്വസിപ്പിക്കുവാൻ ഞാൻ തയ്യാറാണ്. അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഓർക്കണമേ. അവർ എന്റെ ആത്മാവിന്റെ വാത്സല്യഭാജനങ്ങളാണ്. തങ്ങളുടെ ഹൃദയങ്ങളെ പൂർണ്ണമായി എനിക്ക് സമർപ്പിക്കുന്ന ഇത്തരം വ്യക്തികളെ എനിക്ക് ധാരാളമായി ആവശ്യമുണ്ട്. ഞാൻ അവരെ വിശ്വസിക്കുന്നു. അവർ എന്നിൽ നിന്നും ഭക്ഷിക്കുന്നു. അവർ എന്റെ ബലിവസ്തുക്കളാണ്. എന്റെ മുള്ളുകളെ നീക്കിക്കളയുന്ന മൃദുലമായ ഇതളുകളാണവർ. അവർ എന്റെ മീറയാണ്. വസൂല, ഭയപ്പെടേണ്ട. അന്ധകാരം വ്യാപിച്ചിരിക്കുന്നിടത്ത് നമ്മൾ കടന്നു ചെല്ലും. ഞാൻ നിന്നെ നയിക്കും. കുറച്ചു കഴിഞ്ഞ് കർത്താവ് അനുഭവിക്കുന്ന കൈപ്പേറിയ വേദകൾ എനിക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. ഞാൻ കഴിച്ച ആഹാരവും പാനീയവുമെല്ലാം എന്റെ വായിൽ കയ്പായി അനുഭവപ്പെട്ടു. അവിടുത്തെ പാനപാത്രത്തിൽ നിന്ന് എന്നെ കുടിപ്പിക്കുകയായിരുന്നു. പിന്നീട് എനിക്ക് ശ്വസിക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. എന്റെ ദേഹവും ദേഹിയും പീഡ അനുഭവിച്ചു. 15/6/1987. അവധിക്കാലം ചെലവഴിക്കുവാൻ ഇന്നലെ ഞങ്ങൾ ഹോങ്കോങ്ങിലേക്ക് വിമാനയാത്ര ചെയ്യുന്നതിനിടയിൽ ബാങ്കോക്കിൽ ഇറങ്ങിയപ്പോൾ ഒരു സംഭവം ഉണ്ടായി. ട്രാൻസിറ്റിൽ ഒരു നിര കസേരകൾ ഉണ്ടായിരുന്നു. പുറകിലത്തെ നിരയിലുള്ള ഒരു കസേരയിൽ ഞാൻ ഇരുന്ന് ഒരു പുസ്തകം വായിക്കുകയായിരുന്നു. പെട്ടെന്ന് എന്റെ കാലിന് തൊട്ടു മുമ്പിലായി എന്നെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് ഒരു അറബി തന്റെ നമസ്കാരപ്പായ നിലത്തു നിവർത്തി വിരിച്ചു. മറ്റു 2 പേരോടൊപ്പം നിലത്ത് കമിഴ്ന്നു വീണ് പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. നല്ല ശബ്ദത്തിൽ മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രാർത്ഥിക്കുന്നത്. ചുറ്റിനും മറ്റാരുമില്ല. ഞാൻ ഒറ്റയ്ക്ക് അവരെ അഭിമുഖീകരിച്ചിരിക്കുന്നു. ഞാൻ അവരെ ശല്യപ്പെടുത്തുകയല്ലേ എന്ന ചിന്ത എന്നെ വിഷമിപ്പിക്കുകയും ചെയ്തു. ഞാൻ അവിടെ നിന്ന് മാറിയില്ല. അവരുടെ പ്രാർത്ഥന ശബ്ദം കൂടിക്കൂടി വന്നു.
വിചിത്രമായി ഈ ദൃശ്യത്തിന്റെ ഫോട്ടോ ആരോ ഒരാൾ എന്റെ പെന്നിൽ നിന്ന് എടുക്കുകയും ചെയ്തു. പിന്നീട് ദൈവം എന്നോട് പറഞ്ഞു, ഈ മനുഷ്യൻ മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കുവാനായി വളരെ ഉച്ചത്തിൽ പ്രാർത്ഥന നടത്തി. അയാളുടെ പ്രാർത്ഥന ആ ഹാളിൽ മാത്രം കേട്ടു. അതിന്റെ ചുവരുകൾ അയാളുടെ ശബ്ദം കേട്ടു. പക്ഷേ എന്റെ ഹൃദയം അതൊന്നും കേട്ടില്ല. അയാളുടെ വാക്കുകൾ അയാളുടെ അധരങ്ങളിൽ മാത്രം തങ്ങി നിന്നതേയുള്ളൂ. എന്നാൽ നിന്റെ പ്രാർത്ഥനയുടെ സ്വരം ഞാൻ കേട്ടു. മറ്റൊരുവനും നീ എന്നോട് സംസാരിച്ച നിന്റെ പ്രാർത്ഥനയുടെ സ്വരം കേട്ടില്ലെങ്കിലും കേട്ടിട്ടില്ലെങ്കിലും ഞാൻ നിന്നെ കേട്ടു. കാരണം അത് നിന്റെ അധരങ്ങളിൽ നിന്നല്ല, നേരെ മറിച്ച് നിന്റെ ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെട്ടത്. ഈ സംഭവം മറ്റൊരു മതത്തെ സംബന്ധിച്ചതായതുകൊണ്ട് ഇതിനെപ്പറ്റി എഴുതുവാൻ ഞാൻ മടി കാണിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, നീ എന്തിനു ഭയപ്പെടണം? ഞാനാണ് സത്യം. ഇത് തന്നെയല്ലേ ക്രിസ്ത്യാനികളുടെ ഇടയിലും സംഭവിക്കുന്നത്? ഇന്ന് ഞങ്ങൾ ബസ്സിൽ നഗരം കാണുവാൻ പോയപ്പോൾ ഉയർന്ന വലിയ കെട്ടിടങ്ങൾക്ക് പകരം ഭീമാകാരമായ കറുത്ത കുരിശുകളാണ് ഞാൻ ദർശിച്ചത്. അപ്പോൾ വരണ്ട സ്ഥലങ്ങൾ എന്ന വാക്കുകൾ എൻ്റെ ഓർമ്മയിൽ വന്നു. ഇത് എന്റെ തോന്നലാണെന്ന് എനിക്ക് അനുഭവപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ സ്വരം ഇപ്രകാരം പറഞ്ഞു, അല്ല, അത് നിന്റെ തോന്നലല്ല, അവ എന്റെ കുരിശുകളാണ്. കൺസ്യൂമർ പാരഡൈസ് എന്ന സ്ഥലം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ഇവിടെ കഴിയേണ്ടി വന്നാൽ ഞാൻ മരിച്ചു പോകും. അതൊരു പീഡനമായിരിക്കും എന്നെ സംബന്ധിച്ച്. എന്നാൽ 1 വർഷം മുമ്പ് ഇത് പർദീസ ആണെന്ന് ചിന്തിച്ചിരുന്ന വ്യക്തിയാണ് ഞാൻ ഈ സംഭവത്തെക്കുറിച്ച് പറയാതിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചില്ല. ബസ്സിലെ വഴികാട്ടി ഞങ്ങളെ ഹോങ്കോങ്ങിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ വീട് കാണിച്ചു തന്നു. ഹോങ്കോങ്ങിൽ എല്ലായിടത്തും അറിയപ്പെടുന്ന 2 വലിയ കോടീശ്വരന്മാരുണ്ട്. ദൈവത്തിന്റെ സ്വരം എന്റെ ചെവികളിൽ മുഴങ്ങി. എന്നാൽ അവർ ആരാണെന്ന് എനിക്കറിയില്ല. അവർ ലോകത്തിനുള്ളവരാണ്. അവരുടെ ധനം ലോകത്തിന്റെ ധനമാണ്. എന്റെ രാജ്യത്തിൽ അവർക്ക് യാതൊരു സ്ഥാനവുമില്ല. ഇവ ദൈവം തന്നെ എഴുതി തന്നു. പ്രിയപ്പെട്ടവളെ, ഞാൻ നിനക്ക് അടയാളങ്ങൾ നൽകുന്നു. വസൂല, ജാഗരൂകയായിരിക്കുക. എന്നിൽ നിന്ന് കേൾക്കുന്നത് വിശ്വസിക്കുക. ഞാൻ ആ അറബിയെക്കുറിച്ച് ചിന്തിച്ചിരിക്കുകയാണ്. വിശുദ്ധി അയാളിലില്ലായിരുന്നു. നിനക്ക് അത് കാണുവാൻ കഴിഞ്ഞല്ലോ. പിന്നീട്, അല്ലയോ വസൂല, ഞാൻ കൂടുതൽ ബഹുമാനം അർഹിക്കുന്നില്ലേ? ഞാൻ ഇത് പ്രതീക്ഷിച്ചിരുന്നു. ദൈവസന്നിധിയിൽ ഇരുന്ന് സന്ദേശം സ്വീകരിക്കുവാനുള്ള ഒരു സാഹചര്യം എനിക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. അതിനാൽ മകനോടും ഭർത്താവിനോടുമൊപ്പം ഹോട്ടൽ മുറിയിൽ TV കാണുവാൻ ഇരുന്നു. ഒരു വോക്ക്മാൻ ഉപയോഗിച്ച് ഞാൻ എൻ്റെ കാതുകളെ ബാഹ്യ ശബ്ദം കേൾക്കുന്നതിൽ നിന്നും തടഞ്ഞു. മറ്റെവിടേക്കും പോകുവാൻ എനിക്ക് ഒരു അവസരവും ഉണ്ടായിരുന്നില്ല. ന്യായമായി ഞാൻ നിനക്കുള്ള സൗകര്യങ്ങളെല്ലാം പിൻവലിക്കുവാൻ പോവുകയാണ്. കർത്താവേ, എന്തിനാണത്? എന്തിനാണെന്നോ? നിന്റെ ദൈവത്തെ മാത്രം ആഗ്രഹിക്കുവാൻ നീ പഠിക്കുവാനായിട്ട്. നമ്മൾ 2 പേരും മാത്രം ഒറ്റയ്ക്കാകുന്നതുവരെ കാത്തിരിക്കുക. എന്നോട് ക്ഷമിക്കുക. ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു. വസൂല, നിനക്കുള്ള സൗകര്യങ്ങളെല്ലാം പിൻവലിക്കപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലും പ്രവർത്തിക്കുക. കർത്താവെ, അതെങ്ങനെയാണ്? എന്റെ ആഗ്രഹങ്ങളെല്ലാം നിന്റെ ചെവിയിൽ പറഞ്ഞു തരുവാൻ എന്നെ അനുവദിക്കുക. വസൂല, എന്നെ ആഗ്രഹിക്കുക. ഞാൻ നിനക്ക് നൽകിയിട്ടുള്ള കൃപാവരങ്ങൾ ഉപയോഗിക്കുക. എന്റെ കൈ മാത്രമല്ല നിന്നെ ഉപയോഗിക്കുന്നത്. എന്നെ ശ്രവിക്കുവാൻ ഞാൻ നിന്റെ കാതുകളെ തുറന്നിട്ടുണ്ട്. എന്നെ ദർശിക്കുവാൻ ഞാൻ നിന്റെ കണ്ണുകളെ തുറന്നിട്ടുണ്ട്. എന്നെ അനുഭവിച്ചറിയുവാനുള്ള കൃപ ഞാൻ നിനക്ക് നൽകിയിട്ടുണ്ട്. അതിനാൽ മറ്റുള്ള ഈ കൃപാവരങ്ങളും ഉപയോഗിക്കുക. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യേശുവേ, ഞാനാണ് വസൂല. വീണ്ടും നമ്മൾ 2 പേരും ഈ വിധത്തിൽ ഒരുമിച്ചിരിക്കുന്നു. അതെ, എന്നാൽ ദീർഘകാലത്തേക്കല്ല. നിനക്ക് മുമ്പുണ്ടായിരുന്ന സൗകര്യങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല എന്ന കാരണത്താൽ എന്നെ പ്രാർത്ഥനയിൽ കണ്ടുമുട്ടി സന്ദേശം സ്വീകരിക്കുന്നത് മറ്റവസരത്തിലേക്ക് മാറ്റിവെക്കരുത്. കുഞ്ഞെ, എന്നെ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. കർത്താവെ, എനിക്ക് ഇതിലും വലിയ പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമോ? തീർച്ചയായും വളരെ കഠിനമായ പരീക്ഷണങ്ങളെ നീ അഭിമുഖീകരിക്കും. ഞാൻ നെടുവേർപ്പെട്ടു. എന്നെ വിശ്വസിക്കുക, ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ നിന്നെ തിന്മയുടെ ഇടയിലേക്ക് അയക്കുന്നത്? തിന്മ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി അവരുടെ ഇടയിലായിരിക്കുന്നതിന് വേണ്ടി ഞാൻ നിന്നെ അയക്കുന്നു. എന്നിലും തിന്മയുണ്ടല്ലോ. എന്താണ് വ്യത്യാസം? ഞാനും അവരെ പോലെ തന്നെയല്ലേ? അങ്ങനെയാണോ? പിന്നെ എന്തുകൊണ്ട് നീ എന്റെ അടുക്കൽ വരുവാൻ ആഗ്രഹിക്കുന്നു? കാരണം ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. മറ്റുള്ളവരെ എന്നിലേക്ക് ആകർഷിക്കുന്നതിനു വേണ്ടി എന്നെ പോലെ തന്നെ നിന്നെ ഞാൻ രൂപപ്പെടുത്തിയിരിക്കുന്നു. ലൗകിക വ്യഗ്രതകളിൽ നിന്ന് ഇനിയും കൂടുതലായി
നിന്നെ ഞാൻ വിമോചിപ്പിക്കുന്നതായിരിക്കും. നീ കാത്തിരുന്ന് കാണുക. വസൂല, അതെ, കാത്തിരുന്ന് കാണുക. എന്റെ മുമ്പിൽ യേശുവിനെ ഞാൻ കണ്ടു. എന്നെ സ്നേഹിക്കുക. വരൂ, ഇന്നലത്തെ പോലെ എന്റെ കരത്തിൽ പിടിച്ചുകൊള്ളുക. പിന്നീട് വസൂല, എയ്ഡ്സ് എന്ന വാക്കെഴുതുക. എയ്ഡ്സ് എന്ന വാക്കോ? അതെ, നീതി എന്ന വാക്ക് പകരമായി എഴുതുക. റോമാക്കാർക്കുള്ള ലേഖനം 1-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള തിരുവചനം വായിക്കുക. എന്റെ കരുണയുടെ പാനപാത്രവും നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു, എന്റെ നീതിയുടെ പാനപാത്രവും നിറഞ്ഞിരിക്കുന്നു. അത് കവിഞ്ഞൊഴുകുവാൻ അനുവദിക്കരുതേ. ലോകം എന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിന്നോട് മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ സ്നേഹത്തിന്റെ ദൈവവും എന്നതുപോലെ തന്നെ ഞാൻ നീതിയുടെയും ദൈവമാണ്. നിരീശ്വരവാദത്തെ ഞാൻ വെറുക്കുന്നു. പിന്നീട് എന്റെ ശരീരമായ സഭയുടെ ഉള്ളിലേക്ക് നീ പ്രവേശിക്കും. എന്റെ ശരീരത്തിലുള്ള മുള്ളുകളെയും ആണുകളെയും ഞാൻ നിനക്ക് കാണിച്ചു തരാം. കർത്താവെ, ഞാൻ ഇവയെല്ലാം എങ്ങനെ കാണും? കാണുവാൻ തക്കവണ്ണം ഞാൻ നിനക്ക് കാഴ്ച നൽകും. എന്റെ ശരീരത്തിലെ മുള്ളുകളും ആണികളും പറിച്ചെടുക്കുന്നതിനുള്ള ശക്തി ഞാൻ നിനക്ക് നൽകും. ഞാൻ വീണ്ടും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ കർത്താവെ, എന്തുകൊണ്ടാണ് അങ്ങയെ വീണ്ടും ക്രൂശിക്കുവാൻ അങ്ങ് അനുവദിച്ചത്? വസൂല, എന്റെ സ്വന്തക്കാരാൽ ഞാൻ പിടിക്കപ്പെട്ടു. എന്റെ പ്രിയപ്പെട്ടവരാൽ ഞാൻ അവഗണിക്കപ്പെട്ടിരിക്കുന്നു. തന്റെ ഏറ്റവും അടുത്ത സ്നേഹിതനാൽ ഒറ്റിക്കൊടുക്കപ്പെട്ടവന്റെ സങ്കടഭാവത്തിലാണ് അവിടുന്ന് ഇത് പറഞ്ഞത്. വരൂ, എന്നെ ആദരിക്കുക, എന്നെ സ്നേഹിക്കുക. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയോട് ചേർന്നിരിക്കുന്നു. എപ്പോഴാണ് ഇത് സംഭവിക്കുക? വസൂല, നീ എന്റെ മുന്നിൽ ഓടരുത്. വരൂ, എല്ലാം ഉചിതമായ സമയത്ത് സംഭവിക്കും. ഞാൻ ഒരു ഒന്നുമില്ലായ്മയും സഭയുടെ പുറത്തുള്ള ഒരാളുമാണെന്ന് അങ്ങേക്കറിയാമല്ലോ. അങ്ങ് സൂചിപ്പിച്ച സഭയിൽ നടക്കുന്നത് എന്താണെന്ന് എനിക്കൊന്നും അറിയില്ലല്ലോ. അങ്ങയുടെ സന്ദേശങ്ങൾ വായിച്ചു നോക്കുവാൻ സഭയിലുള്ള ആരാണ് തയ്യാറാകുന്നത്? അഥവാ അവർ വായിച്ചു നോക്കിയാൽ തന്നെ പരിഹാസപൂർവം അവ ചുരുട്ടിക്കൂട്ടി എന്റെ നേർക്ക് എറിയുകയുള്ളൂ. യഥാർത്ഥത്തിൽ ഞാൻ ആരാണ്? ഒരു ഉത്തമ പാപി മാത്രം. ആരാണ് നിന്നെ വഴിനയിക്കുന്നതെന്ന് ഓർത്തുകൊള്ളുക. ഞാൻ ദൈവമാണ്. നിന്റെ സുഹൃത്തായ അവിശ്വാസിയോട് നീ പറഞ്ഞത് നീ ഓർക്കുന്നില്ലേ? അവ എന്റെ വാക്കുകളായിരുന്നു. ഒരു രാക്ഷസന്റെ മുന്നിൽ നിന്നും ഓടി രക്ഷപ്പെടുന്ന ഒരു എലിയെപ്പോലെയാണ് നീ. നീ ഒരു മൺതരി മാത്രമാണ്. ശരിയാണ്. ഒരു അവിശ്വാസിയ സുഹൃത്തിന് ദൈവത്തിൽ നിന്നുള്ള ഒരു സന്ദേശം ലഭിച്ചു. അയാൾ പിന്നീട് എന്നോട് ഇപ്രകാരം പറഞ്ഞു: വെറും 1/2 മിനിറ്റ് നേരത്തെ സന്ദേശം 20 വർഷത്തെ ഒരു യുക്തിവിശ്വാസമെല്ലാം തകർത്തു. എങ്കിലും ഉത്തമ പാപിയായ എനിക്ക് ഇത്തരമൊരു സന്ദേശം എന്തിനാണ്? ഞാൻ ഇതിനെ എതിർത്ത് ഓടി രക്ഷപ്പെടും. ഞാൻ ഇത് കേട്ട് ചിരിച്ചു. എന്നിട്ട് ദൈവത്തിന്റെ വാക്കുകൾ അയാളോട് പറഞ്ഞു: വസൂല, എന്നെ വിശ്വസിക്കുക. കർത്താവെ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു. എന്നാൽ ഞാൻ തന്നെയാണ് ഇവിടെ പ്രശ്നം. എനിക്ക് നല്ല മനസ്സുണ്ട്. എന്നാൽ അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ബലഹീനയാണ്. എന്നെ വിശ്വസിക്കരുതേ, ഞാൻ വലിയ പാപിയാണ്. വസൂല, നീ വാക്കുകളാൽ വിവരിക്കാനാകാത്ത വിധം ബലഹീനയാണ്. അനാദികാലം മുതൽ നിത്യതയിൽ ഞാൻ ഇത് അറിഞ്ഞിരുന്നതാണ്. എന്നാൽ നീ ഒന്നുമില്ലായ്മയായിരിക്കുക. നീ ഒന്നുമില്ലായ്മയായി തുടരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ 2 പേരായിരുന്നെങ്കിൽ എങ്ങനെ ഞാൻ എന്നെ തന്നെ നിന്നിൽ വെളിപ്പെടുത്തും? സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ എന്നെ അനുവദിക്കുക. ഞാൻ നിന്നിൽ പ്രവർത്തിക്കും. വരൂ, എന്നിൽ ചാരി ആശ്രയിക്കുക. 17/6/1987 ഢാക്ക, ബംഗ്ലാദേശ്. യേശുവെ, എന്റെ നികൃഷ്ടാവസ്ഥ അങ്ങ് ബോധ്യപ്പെടുത്തി തരുന്നു. ഞാൻ ദുഷിച്ചവളായിട്ടും അങ്ങ് എന്നെ സമീപിച്ചു. അങ്ങയുടെ കൃപകളെ സ്വീകരിക്കുവാനുള്ള യാതൊരു യോഗ്യതകളും എനിക്കില്ലെങ്കിലും അങ്ങ് എനിക്ക് അവ നൽകുന്നു. വിശുദ്ധന്മാരോട് താരതമ്യം ചെയ്യുമ്പോൾ ഇത് കൂടുതൽ വ്യക്തമാകുന്നു. എന്തുകൊണ്ടാണ് സംശയങ്ങളുടെ തിരമാലകൾ എന്നിൽ ആഞ്ഞടിക്കുന്നതെന്ന് ഇതിനാൽ വ്യക്തമാണല്ലോ. എന്റെ അയോഗ്യതകൾ നിമിത്തമാണ് ഈ വിധത്തിലുള്ള സംശയങ്ങൾ എന്നിലുണ്ടാകുന്നത്. പ്രാഥമിക പാഠങ്ങൾ വരെ അങ്ങ് പഠിപ്പിച്ചു. ആദ്യം ഞാൻ അങ്ങയെ നിഷേധിച്ചതാണല്ലോ. മുകളിൽ പറഞ്ഞ കാരണങ്ങളാൽ സംശയങ്ങളുടെ തിരമാലകൾ എന്നിലുണ്ടാകുമ്പോൾ ഞാൻ അങ്ങയെ വേദനിപ്പിക്കുകയാണെന്ന് എനിക്കറിയാം. അങ്ങൊരിക്കൽ എന്നോട് ഇപ്രകാരം പറഞ്ഞു: അന്ധകാരത്തിൽ നിന്ന് ആരാണ് നിന്നെ രക്ഷിച്ചതെന്ന കാര്യം നീ മറക്കുമ്പോൾ നീ എന്നെ വേദനിപ്പിക്കുന്നു. അതേസമയം തിരുവചനത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ലാതിരുന്ന ബലഹീനയായ എന്റെ അടുക്കിലേക്ക് അങ്ങ് വന്ന്
വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം എന്നെ ഭരമേൽപ്പിച്ചത് എന്തിനാണെന്ന കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കാതെ എന്റെ മനസ്സുഴലുന്നു. അങ്ങയുടെ വഴി നടത്തലുകൾ പുരോഗമിക്കുന്നതിനനുസരിച്ച് ധാരാളം അത്ഭുതങ്ങളും ഈ വഴി നടത്തലിലൂടെ സംഭവിക്കുന്നു. പരിപൂർണ യുക്തിവാദികൾ വിശ്വാസികളായി മാറുന്നു. ഞാൻ ഇതിൽ ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല, കാരണം അങ്ങ് ഈ സന്ദേശങ്ങളെ അനുഗ്രഹിച്ചിട്ടുള്ളതാണ്. ഒന്നിനു പിന്നാലെ മറ്റൊരാൾ എന്ന വിധം അവിശ്വാസികളായിരുന്നവർ അങ്ങയുടെ സന്നിധിയിലേക്ക് തിരിച്ചു വരുന്നു. ഈ സന്ദേശങ്ങളിൽ ഒരു പേജ് പോലും എന്നെ കൊണ്ട് നിനക്ക് വായിപ്പിക്കുവാൻ സാധിക്കുകയില്ല. ദൃശ്യമായ കാര്യങ്ങളിലും പണത്തിലും ബിസിനസ്സിലും മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിരുന്നവരുടെ വാക്കുകൾ എന്റെ ചെവികളിൽ മുഴങ്ങുന്നു. ഇപ്രകാരം പറഞ്ഞ വ്യക്തി ഇപ്പോൾ അദ്ദേഹത്തെ ഈ സന്ദേശങ്ങൾ വായിക്കുവാൻ പ്രേരിപ്പിച്ച തന്റെ ഭാര്യയെക്കാൾ ഉത്സാഹത്തോടെ ഇപ്പോൾ ഈ സന്ദേശങ്ങളെല്ലാം വായിക്കുവാൻ തീക്ഷ്ണമായി ആഗ്രഹിക്കുന്നു. ഈ സന്ദേശങ്ങൾ അദ്ദേഹത്തിന് വലിയ സമാധാനം നൽകുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ ഈ വ്യക്തിയോട് ഒരിക്കലും സംസാരിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. യേശുവേ, അങ്ങയുടെ പ്രവൃത്തികൾ എത്ര വിസ്മയനീയം. ഞാനാണ് ദൈവത്തിന്റെ പ്രിയപുത്രനായ യേശു. എന്റെ അത്ഭുത പ്രവർത്തനങ്ങളിൽ നീ വിശ്വസിക്കേണ്ടതിന് ഞാൻ ഈ പുസ്തകമെല്ലാം നിനക്ക് അയക്കുകയാണ്. എന്റെ അപ്പം കൊണ്ട് ഞാൻ നിന്നെ പരിപോഷിപ്പിക്കുകയാണ്. എന്റെ പ്രവൃത്തികളെ ഒരിക്കലും സംശയിക്കരുത്. എന്റെ കൃപാവരങ്ങളുടെ വിശദാംശങ്ങൾ നീ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ എല്ലാ പുതിയ വെളിപ്പെടുത്തലുകളെ സംബന്ധിച്ചും ജാഗ്രത പാലിക്കുക. എല്ലാം എന്നിൽ നിന്ന് വരുന്നതാണ്. കുരിശ് എന്നെ ഞെരുക്കുന്നതായി അനുഭവപ്പെട്ടു. ദൈവത്തിന്റെ സന്ദേശമാണ് കുരിശ്. യേശുവേ, ഞാനാണ്. ഉയർത്തുക, ഉയർത്തുക, വീണുപോകരുത്. നിന്നെ സഹായിക്കുവാൻ ഞാൻ കൂടെയുണ്ട്. എന്റെ കുരിശ് ഉയർത്തുക. സൈറിയൻകാരനായ ശിമിയോനെ പോലെയാകരുത്. വഴി ദുർഘടമായിരിക്കാം, എന്നാൽ എന്റെ കുരിശ് നീയുമായി പങ്കുവയ്ക്കുവാൻ എപ്പോഴും ഞാൻ നിന്റെ കൂടെയുണ്ട്. വസൂല, എന്നെ നോക്കുക. ഞാൻ യേശുവിനെ നോക്കി. ഏറ്റവും പരിതാപകരമായ അവസ്ഥയിൽ ഒരു ഭിത്തിയുടെ മൂലയിൽ പിടിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ ഞാൻ അവിടത്തെ കണ്ടു. തലയിൽ മുൾക്കിരീടം ചൂടിയ അർദ്ധനഗ്നനായി രക്തത്തിൽ കുതിർന്ന യേശുവിനെ ഞാൻ ദർശനത്തിൽ കണ്ടു. ദേഹം മുഴുവനും രക്തവും വിയർപ്പും പൊതിഞ്ഞിരുന്നു. ചാട്ടയടികളാൽ ശരീരത്തിൽ നിന്ന് മാംസം മുഴുവനും പറഞ്ഞു പോയതിനാൽ രക്തമാണ് കൂടുതലായി കാണുവാനുണ്ടായിരുന്നത്. ഞാനിത് അർഹിക്കുന്നുണ്ടോ? ഒട്ടുമില്ല എന്റെ ദൈവമേ. മകളെ, എന്നെ ആദരിക്കുക. കർത്താവെ, ആരാണ് ഇപ്രകാരം ദുഷ്ടത അങ്ങയോട് പ്രവർത്തിച്ചത്? ആരാണെന്നോ? വസൂല, മനുഷ്യർ തന്നെ. ഇതവരാണ്, സോദോമിന്റെ തനിപ്പകർപ്പായ മനുഷ്യർ തന്നെ. പിന്നീട്, മകളെ, എന്റെ സഭയിൽ ഐക്യം ഞാൻ ആഗ്രഹിക്കുന്നു. ഐക്യം. യേശു വളരെ ഉച്ചത്തിൽ വളരെ ദൃഢമായാണ് ഇത് പറഞ്ഞത്. 18/6/1987. യേശുവേ, ഞാനാണ്. വസൂല, ഞാൻ നിന്നെ ഉപയോഗപ്പെടുത്തും. കർത്താവെ, എന്നെ അവസാനം വരെ ഉപയോഗിക്കണേ. പ്രിയപ്പെട്ടവളെ, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് നൽകുക. അവരുടെ പ്രാർത്ഥനകളിലും അവരുടെ എല്ലാ അപേക്ഷകളിലും അവർ ഇപ്രകാരം കൂട്ടിച്ചേർത്ത് പ്രാർത്ഥിക്കട്ടെ: ഞങ്ങളുടെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. എന്നിൽ നിന്ന് പഠിക്കുക, എന്നെ ആദരിക്കുക. നിങ്ങൾ കേട്ടത് ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുമ്പോഴേക്കും അവിടുത്തെ കരുണാദ്ര സ്നേഹത്തിൽ ഒരു പടി കൂടെ ആഴപ്പെടാൻ ഇടവരട്ടെ.